ബ്രദർ കുറച്ചുകൂടെ ഒഴിക്കട്ടെ? ആ കുറച്ച് കഞ്ഞോളൂ കുഴിച്ചോ. കുറച്ചുകൂടെ. ഹലോ. എൻ്റെ സാറേ, സാറിത് എവിടെയാ? എത്ര നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്യാന്നറിയോ? അത് ഞാൻ ഈ മണിമല പള്ളിയിലാണ്. ഇവിടെ റേഞ്ച് ഇച്ചിരി കുറവാ. ഞാൻ പോലീസ് സ്റ്റേഷനിലാ. അവിടെ എന്താ വിശേഷം? സാറേ, ഒരു ചെറിയ പ്രശ്നമുണ്ടായി. നമ്മുടെ സൈമണയും പിള്ളേരെയും പോലീസ് പോക്കി. ഒന്നുമില്ല, പിള്ളേരെല്ലാം കൂടെ റോഡിൽ ഡാൻസ് കളിച്ചു. അപ്പോൾ ഒരു ശേഖലത്ത് നേരം മന്ത്രിയുടെ വണ്ടി ഒന്ന് ബ്ലോക്കായി. അത്രേ ഉള്ളൂ. മന്ത്രി? നമ്മുടെ SI സത്യനാ പൊക്കിയത്. സാറിന് വിളിച്ചു പറഞ്ഞാൽ. ഒരു കാര്യം ചെയ്യും, ഞാൻ സത്യനെ വിളിക്കാം. ഓക്കെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട് സർ. നീ എന്നോട് സഹകരിച്ചാലേ നിന്നെ ഞാനൊരു ഗതിയാക്കും. ഒന്ന് പോവോ സാറേ? CI ഇയാൾക്കത് എന്തിൻ്റെ കഴപ്പാ? ആ വിജയ് ഫാൻ സാറന്മാരെ ഇറക്കി വിടാനാ വിളിക്കുന്നത്. എവിടെ വെച്ചാ കുട്ടി മിസ്സായത്? ഓവർ ബ്രിഡ്ജിന് അടുത്ത് വെച്ച സാറേ. മോളെ കാറിലെടുത്തി ഞാൻ പുറത്തിറങ്ങി ഒന്ന് ഫോൺ ചെയ്തതാ. പിന്നെ ഞാൻ എൻ്റെ മോളെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അവളില്ലാതെ പറ്റില്ല സാറേ. നമുക്ക് അന്വേഷിക്കാം. മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസിലെ. പാവല്ലേ യൂണിഫോമിലെ. സെൽഫി ആയിരിക്കും. ആദ്യം അവന്റെ തന്തയെ പിടിച്ച് അകത്തിടാം. അപ്പം വരും. തന്തയെ കുറെ കാലം വിട്ട് കാണാനില്ല. അതിന് സാറേ കോഴി കൂടോടെ ഉണ്ട്. വൈഫൈ ഉണ്ടോ അവിടെ? വൈഫൈ ഇന്നാ എന്താടാ അത് സാറേ, വൈഫൈ ഉണ്ടോ ഇവിടെ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈഫൈ ചോദിക്കുന്നടാ പട്ടി. വേണ്ട സാറേ, നൗഷാദിന് വൈഫൈ വേണ്ട. നീയൊക്കെ മന്ത്രിയുടെ വണ്ടി തടയല്ലടാ. നൗഷാദ് സാറേ, യുവമാരാണ്. നൗഷാദ് പെട്ടുപോയതാ സാറേ. ആരാടേ നൗഷാദ്? ഞാൻ. എന്നാ പിന്നെ ഞാനിന്നങ്ങ് പറഞ്ഞ പോരാടാ. ശീലിച്ചു പോയി സാറേ. എന്താടാ കിണിക്കുന്നത്? ചെള്ള അടിച്ച് പൊട്ടിച്ചളയും. എന്തോടാ അതിന്റെ പണി? നൗഷാദ് പ്രസിഡന്റാ സാർ. ഏത് രാജ്യത്തിന്റെ? സാറേ, വിജയ് ഫാൻസ് ബിയോപ്പള്ളി ഗില്ലി യൂണിറ്റിന്റെ. എങ്ങനെ? ഗില്ലി യൂണിറ്റ്. നിന്റെ കിണ്ടി യൂണിറ്റ് ഞാൻ ഉടച്ചു വിടുകടാ. പ്രസിഡന്റാടാ. സാറേ, നൗഷാദ് വേദനിക്കുന്നുണ്ട് സാർ. ഹാങ് ചെയ്തോ സാറേ? എന്തോടാ നിന്റെ പണി? പൊട്ടാഷനാ? വിജയ് രസീമം പലർക്കടേ സാറേ. അതിനെന്തിനാടാ ഇത്രയും മസില്? അവൻ വിജയുടെ ബോഡി ഗാർഡാവാനാ. നിന്നോട് ചോദിച്ചോടാ? അല്ല, പറഞ്ഞേ ഉള്ളൂ. നീ ആരടാ? അല്ല, ഞാൻ വിജയ് ഫാൻസ് ഒന്നല്ല. പിന്നെ നിനക്കെന്താടാ ഇതിൽ കാര്യം? ഞാൻ അവിടെ ഡാൻസ് കണ്ടോണ്ടിരിക്കുന്നു. അപ്പൊ ആ സാറോന്ന് കേറാ മോനെ. വാടച്ചോടാ അലവലാതി. സാർ നീ ആരടാ? അമിതാഭ് ബച്ചനാ? ബട്ടൺസ് ഇടാ. എന്റെ ഫ്രണ്ട്സ് പൊട്ടിപ്പോയി. നിന്റെ തന്തയെ കൊണ്ട് ഡെയിലി എനിക്ക് തലവേദനയാണ്. അതിനിടയിലാണ് നീയും. ചവിട്ടി നട്ടല് ഞാൻ ഒടിക്കും. നിനക്കൊക്കെ 10 പൈസയുടെ വിവരം ഉണ്ടോടാ? തൊലിഞ്ഞ കുറെ ആരാധകന്മാര്. നിനക്കൊക്കെ ഉമ്മയുടെ പ്രകടനത്തിന് എന്തോ കിട്ടാനാടാ? അല്ല, CA സാർ വിളിച്ചായിരുന്നോ? അയാൾ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. അയാൾ ഒറ്റ ഒരുത്തനാ യവന്മാരെല്ലാം ചീത്താക്കുന്നത്. ഇയാൾക്കിത് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോ എല്ലാരെയും പോ. പിന്നെ നീ നിന്നേ. CA ഞാൻ ഇയാളെന്ന് വിളിച്ച കാര്യം നീ അവിടെ ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. നീ വേണേ ബട്ടൺസ് ഒക്കെ ഊരി കിട്ടോ. സാറൊന്ന് നിന്നേ. സാറിന് എന്തിന്റെ കഴപ്പാ? യവന്മാര് പൊട്ടന്മാരാണെന്ന് വെക്കാം. സാർ ഈ റോക്കറ്റൊക്കെ വിടുന്ന ശാസ്ത്രജ്ഞനല്ലേ? ഒരു സിനിമ നടനെയൊക്കെ ആരാധിക്കാന്ന് വെച്ചാ. ഒരു സെക്കൻഡ്. ഭാര്യ പറയടേ. ഭരണി പൂജയെ നടത്താം. നീ വൈകിട്ട് റെഡി ആയിരുന്നോ? വരാന്ന് പറഞ്ഞില്ലേ? ശരി. ഓക്കെ. എന്നാ പേന ആള് പോയാ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അല്ല സാറ് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശിവകാശിയിലെ ഏതോ തമിഴൻ വരച്ച ഒരു പടം. അതാണല്ലോ നിങ്ങളുടെ പൂജാമുറിയിലെ ദൈവം. ആ പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കും, കരയും,
പരിഭവം പറയും. അതിനൊന്നും ഒരു നാണക്കേടുമില്ല. ഇത് ചലിക്കുന്ന പടമാണ് സാർ, ചലിക്കുന്ന പടം. ഇതിലെ നായകൻ ആടും പാടും, അനീതിക്കെതിരെ പോരാടും, പാവങ്ങളെ സംരക്ഷിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചെയ്യും. കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയ്. അതിന് ഈ ഓട്ടോക്കാരൻ, പാവപ്പെട്ടവൻ, മന്ത്രി, ഗിന്ത്രി അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അത് ഫീൽ ചെയ്യും. പക്ഷെ ഞങ്ങളത് ഒളിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ വിജയ് ഫാൻസ് ആയതുകൊണ്ട് ഇവന്മാർക്കൊരു ഗുണമുണ്ട്, അമ്മയും പെങ്ങളെ തിരിച്ചറിയാം. അപ്പൊ പാക്കല സാർ, വീണ്ടും സദ്യക്കും വരേക്കും വണക്കം. ഇത്ര വലിയ ആളാ. പോക്കിരി റീ റിലീസ്, യമണ്ടൻ കട്ടൗട്ട്, കളർഫുൾ സോങ്, എല്ലാം വെറുതെ ആയി. ഇവർക്ക് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ സീരിയസ് ഡിസ്കഷൻ. ഇവിടെ മനുഷ്യ ഇവിടെ ഭ്രാന്ത് പിടിച്ചാണ് അവൻ്റെ ഒരു ക്രിക്കറ്റ് കളി. പോലീസ് കേസായ കാര്യം നൗഷാദ് ചെന്നൈയിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതോടെ ഫോട്ടോഷൂട്ടും ഗോവിന്ദ. സ്റ്റേഷനിൽ കയറിയതും പറഞ്ഞു കൊടുത്തു അണ്ണാ. അണ്ണൻ പനീർ സാറിനെ വിളി. എടാ പനീർ സാറൊന്നും നമ്മൾ വിളിച്ച ഫോൺ എടുക്കത്തില്ലടാ. ആരുടെ ഈ പനീർ സാറ്? കുറെ നാളായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇക്ക അയാളെയാളെന്ന് വിളിക്കാൻ ചെയ്യല്, മര്യാദ കൊടുക്കണം. വിജയന്റെ സെക്രട്ടറിയാണ് പനീർ സാർ. ആരുടെ? വിജയന്റെ സെക്രട്ടറിയാ? കഷ്ടം. ഇയാൾക്ക് വിജയണ്ണനോട് കുറച്ച് പുച്ഛം കൂടുന്നു. ശരിയാ, നമുക്ക് ഇയാൾ കട്ട് ചെയ്താലും. ഓവറായാൽ നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇന്നലെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. അതെ, ഇന്നലെ രാത്രി അങ്ങ് ഉറങ്ങിപ്പോയി. പകൽ 12 വരെ കാര്യതടസ്സം, അലച്ചിൽ, ചെലവ് ഇവ കാണുന്നു. 12 മണി കഴിഞ്ഞാൽ കാര്യവിജയം, സന്തോഷം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. 12 കഴിഞ്ഞു. നീ എൻ്റെ ഒന്ന് വായിച്ചേ. നിന്റെ മേടപ്പൂ മേടക്കൂറല്ലേ? ആ അതെ. മേടക്കൂറുകാർക്ക് മാനഹാനി, ധനനഷ്ടം, ക്ലേശകരമായ ആരോഗ്യം. കറക്റ്റ് ആണല്ലോ. ഒന്നുകൂടെ ഉണ്ട്, ബന്ധുമിത്രാദികളിൽ നിന്നും മർദ്ദനം. ഏയ് അത് കറക്റ്റ് അല്ല. മദനകാമേശ്വരൻ നമ്പൂതിരിയല്ലേ, തെറ്റാമൊഴിയൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല, ഇടയ്ക്കൊക്കെ തെറ്റാണ്. ഹലോ എടാ, ഞാൻ ഒരു ഡിസ്കഷനില്ല. പിന്നെ ബിജു, ഇതാ പോലീസ് സ്റ്റേഷൻ ഇരുന്നില്ലടാ. ആ എടാ, ഈ വലതുവശത്തേക്ക് തുമ്പിക്കയുള്ള ഗണപതിയെ മോഷ്ടിച്ച ഐശ്വര്യ വെച്ചടി കയറ്റം. ആര് പറഞ്ഞു? നീങ്ങ വന്നേ. നീ ഇനിയിപ്പോൾ ആരോട് പറയാൻ നിൽക്കണ്ട. ഇനിയിപ്പോ ഇതിന്റെ ഇടി ഇനി വേറെ വരുമല്ലോ. എടാ, ഒരു ഗണപതിയല്ലേ, കുഴപ്പമില്ല. ഇവന്റെ ഒരു കാര്യം സിംഗസൂനി വരുന്നു. എന്തോടാ ഗണപതിയൊക്കെ ആയിട്ട്? എസ് എ എന്ന ഗിഫ്റ്റാടാ. സൈമ പോക്ക് റിലീസ് പാളിന്നേട്ടല്ല. ഓ, അലമ്പൊന്നും ആയില്ല. നിന്നെ കണ്ടില്ലല്ലോ, നീ എവിടെയായിരുന്നു? കുറച്ച് ബിസിലടാ. സിംഗന്ത്രി നാളെ മാമന്റെ മോളുടെ മാമോദിസയാണ്. നീ എല്ലാം വരില്ലേ? ഞാൻ സൂര്യാണെന്നെ വിളിച്ചിട്ടുണ്ട്. അണ്ണ ഷൂട്ടിലടാ, ഇല്ലേ വന്നാനെ? പിന്നെ ഇവന്റെ മാമന്റെ മാമോസിക്ക് വരില്ല സൂര്യന്റെ പണി. ഒന്ന് പോടാ അളിയ, രാവിലെ തള്ളാ. ഇങ്ങനെ ഞങ്ങളുടെ ചങ്കാണ്. ഇത് കണ്ട, ഫോട്ടോഷോപ്പ് വർക്കൊന്നും അല്ല, ഒറിജിനൽ ഫോട്ടോഷൂട്ട് കിട്ടിയതാ. ഞങ്ങൾക്ക് ഇത്ര ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവാ. അത് വിട്. എന്തായാലും വൈകുന്നേരം മാമോദിസിക്കുക. എടാ അടിച്ചിട്ട് വരിക. മുന്നേ 2 കിട്ടുവോ? എടാ സൈമ, നമുക്ക് സൂര്യപാനായല്ലോ. എടാ ബിജു, തന്തയില്ലാത്തരം പറയരുത്. സോറി സൈമ. 1 കിലോ പഞ്ചസാര എടുക്കാൻ ഇത്രയും നേരോ? ഒന്ന് വേഗം താ. തരാം. എടാ ബിജുവേ, എടാ ബിജുവേ, യെസ് ഡാഡ്. എടാ ഇങ്ങോട്ടൊന്ന് വാടാ. ഡാഡി വിളിക്കുന്നത്, ഞാൻ പോയിട്ട് വരാം. മച്ചാൻ പേര് മധുരേ, നീ നിന്ന് പാറ് എതിരേ. എന്താ ഡാഡി? നീ എന്തിനാടാ ഇങ്ങനെ സമയം കളയുന്നേ? എന്നെ ഒന്ന് സഹായിക്ക്, എനിക്ക് ഒറ്റയ്ക്ക് വയ്യ. വയസ്സായടാ. താഴ്ത്തപ്പെട്ടവർക്ക് തന്തപ്പെരിയാർ പോരാടിയത് 94-ാം വയസ്സിൽ. തൊഴിലാളിക്ക് ഓടി ഓടി സേവ ചെയ്തപ്പോൾ മദർ തെരേസയ്ക്ക് വയസ്സ് 87. മൊത്ത വെള്ളക്കാർക്കളെ കപ്പലേറ്റി അனுப்புമ്പോൾ ഗാന്ധിക്ക് വയസ്സ്. എടാ, ഗാന്ധിക്ക് വയസ്സ് എത്ര? 77. യെസ്, 74. റിട്ടയർമെന്റ് എന്നത് ഡേറ്റ് ഓഫ് ബർത്തിലല്ല, ഇങ്ങ ഇരിക്കെ ഇങ്ങ. മദനകാമേശ്വരൻ കറക്റ്റാ. അയാള് പറയുന്നതെല്ലാം ഫലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അയാൾ പറഞ്ഞൊക്കെ ശരിയാവുന്നു. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളും ശരിയാവുന്നുണ്ടല്ലോടാ. അതും ശരിയാണല്ലോടാ. തന്തയെ കൊണ്ട് എങ്ങോട്ടെങ്കിലും കളഞ്ഞേ പറ്റൂ. പറടി. വാങ്ങിച്ച് മണ്ണെണ്ണയും പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. പച്ചക്കറി ഉണങ്ങി. വരും വരും വരും.
മോളെ കൊടുക്കണ്ട നീ വരും എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണ് വരും. ആ ആ ഉമ്മ വേണ്ട മീറ്റിംഗില്ലേ? എന്ത് മീറ്റിംഗ്? ഇതൊക്കെ മീറ്റിംഗ് ഇല്ലേ പിന്നെ?